വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ശാലോം ടെലിവിഷനിലൂടെ ഈ വചനാഗ്നി ശുശ്രൂഷയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വചന സന്ദേശം അത്യാഗ്രഹത്തിൻ്റെ ശവക്കുഴി, കിബ്രോത്ത് ഹത്താവ, ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഇന്ന് വചനത്തിലൂടെ, ഈ വചന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലാണ് അത്യാഗ്രഹത്തിന്റെ ശവക്കുഴി, കിബ്രോത്ത് ഹത്താവ എന്ന ആ ഒരു സംഭവം നടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം ഇപ്രകാരമാണ്. ഇസ്രായേൽക്കാര് കാനാൻ ദേശത്തേക്ക് യാത്രയിലാണ്. ആ യാത്രയിൽ അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് ദൈവം മന്ന കൊടുക്കുകയാണ്. അങ്ങനെ ദീർഘനാൾ പിന്നിടുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് സങ്കടം പറച്ചിൽ, അസ്വസ്ഥതകളായിട്ട് വരികയാണ്. മോശയെ ശ്രവിക്കുകയാണ്. ഇസ്രായേൽക്കാർ തങ്ങളുടെ കൂടാരങ്ങളിൽ ഇരുന്ന് സങ്കടം പറയുകയാണ്. ഞങ്ങൾക്ക് ആര് ഭക്ഷിക്കുവാൻ തരും? ഞങ്ങൾക്ക് ആര് കുടിക്കുവാൻ തരും? അങ്ങനെ ദൈവത്തിനെതിരായിട്ട് പരാതി പറയുമ്പോഴാണ് മോശ ഈ പരാതി ദൈവത്തിന്റെ അടുക്കലേക്ക് പറയുകയും ദൈവമായ കർത്താവ് ഈ സങ്കടം പറച്ചിലിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരുടെ നാശത്തിലേക്ക് എത്തുകയാണ്. ഒന്നാമതായിട്ട്, തങ്ങളുടെ ഇടയിലുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം, തങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ ഉപേക്ഷിച്ചു. തങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ ഉപേക്ഷിച്ചു. നടത്തിക്കൊണ്ടു പോകുന്നത്, നയിക്കുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ദൈവത്തെ ഉപേക്ഷിച്ച് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന മനോഭാവം, അതാണ് അവരുടെ നാശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇടയിലുള്ള കർത്താവിനെ തിരിച്ചറിയാതിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പും പിൻപും സംഭവിച്ച അടയാളങ്ങളിലെ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനം തിരിച്ചറിയാൻ പറ്റാതെ പോയത് അവരുടെ തകർച്ചയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. 10 അത്ഭുതങ്ങൾ, 10 മഹാമാരികൾ കൊണ്ട് ഫറവോയെയും ഈജിപ്തിനെയും പീഡിപ്പിച്ചത് ഇസ്രായേൽക്കാർ കണ്ടതാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ പറ്റിച്ചതും അവർക്ക് വേണ്ടി ഭക്ഷിക്കുവാൻ മന്ന നൽകിയതും കരിമ്പാറയിൽ നിന്ന് ജലമൊരുക്കിയതും മേഘത്തൂണും അഗ്നിസ്തംഭവും തിരിച്ചറിഞ്ഞവരാണ്. എന്നാൽ കാലഘട്ടം കഴിയുമ്പോൾ, യാത്ര പിന്നിടുമ്പോൾ ഇടയിലുള്ള ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ പോവുക. അതുകൊണ്ട് അവർ പറയുന്നുണ്ട്, പരാതിയായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈജിപ്തിൽ കിട്ടിയിരുന്ന ഭക്ഷണത്തെ ഓർക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ വിലകെട്ട മന്ന മാത്രം ഭക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് അസഹ്യമായിട്ട് അവർ കണക്കാക്കുകയാണ്. അത് തന്നെ അവരുടെ നാശത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി നശിക്കുന്നതിൻ്റെ ആദ്യ പടി അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് വിസ്മരിക്കുന്നതാണ്. പരിശോധിക്കണം. ഇന്ന് ദൈവാനുഭവം തിരിച്ചറിയാത്ത ജീവിതമാണ് എങ്കിൽ കാലക്രമത്തിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാതെ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥ എനിക്കുണ്ടാകും. ദൈവാനുഭവം തിരിച്ചറിയാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് ഏറ്റവും നിരാശപ്പെട്ടവനായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു നല്ല വിഭാഗത്തോളം ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. തങ്ങളുടെ ഇടയിൽ തങ്ങളെ നയിക്കുന്ന, തങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ പോവുക. ഇന്ന് ദൈവസാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട വ്യക്തിയായി, നിരാശപ്പെട്ട് നശിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതുതന്നെയാണ് യൂദാസിനും സംഭവിച്ചത്. 3 വർഷത്തോളം കൂടെ നടന്ന കർത്താവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോവുക. 3 വർഷത്തോളം അത്ഭുതങ്ങൾ കണ്ടതാണ്.
3 വർഷത്തോളം അടയാളങ്ങൾ കണ്ടതാണ്, 3 വർഷത്തോളം വചനം കേട്ടതാണ്. എന്നാൽ അവസാനം അവൻ ദൈവത്തെ തിരിച്ചറിയാതെ, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ, ആത്മീയ അഭിഷേകം തിരിച്ചറിയാതെ ഏറ്റവും വലിയ നാശത്തിലേക്ക് പോവുകയാണ്. അതിന്റെ കാരണം ഈശോയുടെ വില തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. കൊറിന്തോസുകാർക്ക് ഇത് 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. പൗലോസ്ലീഹ ഇത് വ്യക്തമായിട്ട് പറയാനുള്ള കാരണം, പൗലോസ്ലീഹ പോകുന്ന വഴികളിൽ സഹനത്തിന്റെ വലിയ തിരമാലകളുണ്ട്, സങ്കടങ്ങളുടെ നീണ്ട പരമ്പരയുണ്ട്, തകർച്ചകളുടെയും നിരാശകളുടെയും സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ ദിവസവും പൗലോസ്ലീഹായെ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ പൗലോസ്ലീഹ വചനം പ്രസംഗിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പൗലോസ്ലീഹ പീഡനമേറ്റ് പ്രത്യേകിച്ച് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിക്കുമ്പോഴാണ് കൂടുതലുള്ള ശിഷ്യന്മാർ വന്ന് പൗലോസ്ലീഹായെ ശുശ്രൂഷിച്ച് എഴുന്നേറ്റു. പിറ്റേ ദിവസവും പൗലോസ്ലീഹ വചനം പ്രസംഗിക്കുവാനായിട്ട് പോവുകയാണ്. ആ ശക്തി, ആ ഉത്തേജനം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് ഓരോ ദിവസവും ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാതെ പോകുന്നതാണ്. ഇനി രണ്ടാമതായിട്ട്, ഈ ജനം നശിക്കാനായിട്ട്, അത്യാഗ്രഹത്തിന്റെ നാശം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈജിപ്തിലെ സന്തോഷങ്ങളെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക, ഈജിപ്തിന്റെ സന്തോഷങ്ങളെ താലോലിക്കുക. വചനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, ഇസ്രായേൽക്കാരുടെ സങ്കടം പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെവന്തുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഈജിപ്തിലെ താൽക്കാലിക സന്തോഷങ്ങളെ സ്നേഹിച്ച് ജീവിച്ചത് കൊണ്ട് ദൈവാനുഭവം അനുഭവിക്കാനായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാതെ പോവുകയാണ്. ഈ താൽക്കാലിക സന്തോഷങ്ങളെ സ്നേഹിക്കുക. കാനാൻ ദേശത്തേക്ക്, പ്രത്യാശയുടെ നാട്ടിലേക്കാണ് പോകുന്നെങ്കിലും ദുരന്ത ഭൂമിയിൽ നിന്നുള്ള, തകർച്ചയുടെ ഭൂമിയിൽ നിന്നുള്ള സന്തോഷങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പോവുക. അതാണ് നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ദൈവമായ കർത്താവ് ലോത്തിനെയും കുടുംബത്തെയും ആ നശിച്ച നാട്ടിൽ നിന്ന്, സോദോം ഗോമോറ നാട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ആ പോകുന്ന സമയത്താണ് ലോത്തിന്റെ ഭാര്യ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. കാരണം ഒരു കാലത്തോളം ജീവിച്ച ആ നാട്ടിലെ സന്തോഷങ്ങളെയും ആ നാടിന്റെ അവസ്ഥയും പിന്തിരിഞ്ഞു നോക്കുന്നത് വഴിയായിട്ട് അവൾക്ക് പൂർണ്ണമായിട്ടുള്ള നാശം സംഭവിക്കുകയാണ്. ഇത് തന്നെയാണ് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവര് പിന്തിരിഞ്ഞു നോക്കുന്നത് ഈജിപ്തിലേക്കാണ്. പിന്തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നടത്തുന്ന വഴി ഉപേക്ഷിച്ച് പാപവഴികളെ താലോലിക്കുക, പാപവഴികളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക, പാപജീവിതത്തെ മുറുകെ പിടിക്കുക. അതുവഴിയായിട്ട് ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ പരിശോധിക്കണം. ഇന്ന് ദൈവം നടത്തുന്ന വഴികളെയാണോ, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളെയാണോ ഞാൻ വിലമതിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടത്തിനും ദൈവഹിതത്തിനും പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നടത്തുന്ന വഴികളിലെ സന്തോഷങ്ങളെ സ്വീകരിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയും യേശേ പിതാവിനോട് പറയുകയാണ്, പേരെഴുതിക്കാനായിട്ട് നീ ഇവിടുന്ന് പോവുക, സ്വന്തം നാട്ടിൽ നിന്ന് പോവുക. അങ്ങനെ പേരെഴുതിക്കാനായിട്ട് പോകും. ദൈവം പറയുന്നത് അക്ഷരം പ്രതി പാലിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ഹെറോദേസ് ശിശുവിനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നു, ഈജിപ്തിലേക്ക് പോവുക, അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. വീണ്ടും തിരിച്ചു വരിക. അങ്ങനെ ദൈവത്തിന്റെ പ്രമാണങ്ങളെയും ദൈവം കൽപ്പിക്കുന്നത് അണുവിട തെറ്റാതെ പാലിക്കുകയും ചെയ്ത ആ വിശുദ്ധ ജീവിതം നയിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും യോസേ പിതാവിനും ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞത് അക്ഷരപതി പാലിക്കുക, അതുവഴിയായിട്ട് കിട്ടുന്ന അനുഗ്രഹത്തെ വിലമതിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ആത്മസന്തോഷം എന്ന് പറയുന്നത് ദൈവം കാണിച്ചു തരുന്ന, ദൈവം പറയുന്ന, ദൈവം പ്രചോദിപ്പിക്കുന്ന, ദൈവം നടത്തുന്ന വഴികളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ആ വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു സൗഭാഗ്യമായിട്ട് കാണുക. അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ നഷ്ടങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ തിരസ്കരണങ്ങൾ ഉണ്ടാകാം, നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ റോമ 8:28 വചനമാണ് അതിന് ഉത്തരം.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കി തരും. നീ ഇന്ന് കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് ദൈവവിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ നിനക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് നന്മയുടെ നല്ല പദ്ധതികൾ ഉണ്ടായിരിക്കും. അത് ദൈവം ഒരുക്കിയതാണ്. അതാണ് അബ്രാഹത്തോട് പറയുകയാണ്, നീ സ്വന്തക്കാരെ ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ പോവുക. വീണ്ടും പറയുകയാണ്, നീ നിന്റെ ഏക മകനെ കൊണ്ടുപോയി ബലി അർപ്പിക്കുക. അക്ഷരം പ്രതി ദൈവം കൽപ്പിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ അബ്രാഹത്തിന്റെ ജീവിതം സൗഭാഗ്യകരമായി തീരുകയാണ്. ഒരാത്മീയ ജീവിതം സൗഭാഗ്യപരമായി തീരുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കുമ്പോഴാണ്. ഇന്ന് ദൈവത്തിന്റെ പദ്ധതിയാണോ എൻ്റെ പദ്ധതിയാണോ നടപ്പിലാക്കുന്നത് പരിശോധിക്കുക. ഞാൻ ദൈവത്തിന്റെ പദ്ധതിയാണ് നടപ്പാക്കുന്നെങ്കിൽ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹം അത് ദൈവാനുഗ്രഹമാണ്. ഞാൻ എൻ്റെ തന്നെ പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന സന്തോഷം ദൗർഭാഗ്യമെന്ന് പറയാം. അതൊരു താൽക്കാലിക സന്തോഷമാണ്. അതിനപ്പുറത്തേക്ക് ദൗർഭാഗ്യം ആരംഭിക്കാൻ തുടങ്ങും, അവന് തകർച്ച ആരംഭിക്കാൻ തുടങ്ങും. ഞാൻ നടപ്പിലാക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ് എങ്കിൽ, അതല്ലേ പരിശുദ്ധ അമ്മ പറയുന്നത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഇതാ കർത്താവിന്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതിക്ക്. ഏത് വഴികളിലൂടെയാണെങ്കിലും, സഹനത്തിലൂടെയും സങ്കടത്തിലൂടെയാണെങ്കിൽ പോകുന്നതെങ്കിലും ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിർവഹിക്കുകയാണ്. അതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെ വിലമതിക്കുകയാണ്. ദൈവപ്രമാണങ്ങൾ അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച്, ആത്മീയതയോട് ചേർന്ന് നിന്ന് ദൈവാനുഭവത്തിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അങ്ങനെയാണ് അനേകം വിശുദ്ധര് രൂപപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധര് രൂപപ്പെട്ടത് സൗഭാഗ്യത്തിന്റെ അന്തരീക്ഷം ജീവിതത്തിൽ കണ്ടെത്തി ആ സൗഭാഗ്യത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ എല്ലാത്തിനും ഉപരിയായി, ദൈവത്തിനും ഉപരിയായിട്ട് പ്രതിഷ്ഠിച്ചത് കൊണ്ടല്ല അവർ വിശുദ്ധരായത്. ദൈവത്തെ എല്ലാത്തിനും ഉപരിയായിട്ട് ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് അവരുടെ ജീവിതം യഥാർത്ഥ സന്തോഷത്തിലേക്ക് എത്തിയത്. അവർ വിശുദ്ധരായി തീർന്നത് അങ്ങനെയാണ്. മദർ തെരേസയുടെയും അൽഫോൻസാമയുടെയും കൊച്ചുത്രേസ്യ പുണ്യവതിയുടെയും ജീവിതത്തിൽ സന്തോഷങ്ങള് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ശാലോ മാസികയിൽ വായിച്ചതാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി സന്യാസ ജീവിതം നയിക്കുമ്പോഴാണ്, എല്ലാ ദിവസവും അലക്കുമ്പോൾ കൂടത്തിലുള്ള മറ്റു സന്യാസിമാര് കൊച്ചുത്രേസ്യ പുണ്യവതി അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിക്കുമായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ അസ്വസ്ഥത കാണിച്ചു. എന്നാൽ പിന്നീട് ഇതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഈ പുണ്യവതിക്ക് കഴിഞ്ഞു. ഇതിലൂടെ ദൈവത്തിന്റെ ആത്മാക്കളെ നേടാൻ കഴിയും, എനിക്ക് കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്രകാരം ഇങ്ങനെ ലഭിക്കുന്ന സഹനത്തെ, മറ്റുള്ളവരിലൂടെ ലഭിച്ച സഹനത്തെ സന്തോഷമായിട്ട് കണ്ടതുകൊണ്ട് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ആത്മീയ ജീവിതം വളർന്നു. ഇതാണ് തിരസ്കരണത്തിന്റെ നിമിഷങ്ങളെ, തിരസ്കരണത്തിന്റെ സംഭവങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. അതിലൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യ ജീവിതത്തിലെ സഹനങ്ങളിലും, ഇന്ന് പരാജയങ്ങളിലും, തിരസ്കരണങ്ങളിലും, ഒറ്റപ്പെടലുകളിലും ദൈവം എല്ലാവർക്കും വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ തിരുവചനം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ. ഏതെല്ലാം വഴികളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാനുഭവം ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഇസ്രായേൽക്കാരുടെ ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ഈജിപ്തിലെ അടിമത്തത്തിലെ സന്തോഷങ്ങളെ ജീവിതത്തിന്റെ നിധിയായിട്ട് കണ്ടു. അതുകൊണ്ട് ഈ കാനാൻ ദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമായിട്ട് തീർന്നു. എന്നാൽ നമുക്കറിയാം, മോശയ്ക്കും കാലബിനും ജോഷുവായ്ക്കുമൊക്കെ ഈ കാനാൻ ദേശത്തേക്കുള്ള യാത്ര സൗഭാഗ്യകരമായി തീരാൻ കാരണം ദൈവത്തെ ഓരോ നിമിഷവും അനുഭവിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് ആ ജീവിതത്തെ, ആ യാത്രയെ സൗഭാഗ്യകരമായിട്ട്, സന്തോഷകരമായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കൂടെയുള്ള ദൈവത്തെ അവർ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ സന്തോഷിക്കുന്നത് താൽക്കാലിക സന്തോഷങ്ങളിലാണോ? ചില ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷങ്ങള്, ചില വസ്തുക്കൾ നേടിയെടുക്കുന്നത് വഴിയായിട്ടുള്ള സന്തോഷങ്ങള്, സമ്പത്തിനെ അമിത പ്രാധാന്യത്തോടു കൂടി കാണുന്നത് വഴിയായിട്ടുള്ള സന്തോഷങ്ങള്,
ചില പദവികളും അംഗീകാരവും ലഭിക്കുന്നത് വഴിയായിട്ടുള്ള സന്തോഷങ്ങൾ, ഇത് ദൈവം നൽകുന്ന സന്തോഷങ്ങളെക്കാൾ അധികമായിട്ട് കാണുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവാനുഭവത്തോടുകൂടി ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അതിന് ഈജിപ്തിലെ താൽക്കാലിക സന്തോഷങ്ങൾ എന്ന് വിളിക്കാൻ കഴിയും. ഇന്ന് മനുഷ്യൻ അധികമായിട്ട് സ്നേഹിക്കുന്നത് താൽക്കാലിക സന്തോഷങ്ങളെയാണ്, എൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷങ്ങൾ. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക. ആർക്കാ തൃപ്തിപ്പെടാൻ കഴിയുന്നത്? ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവം ഒരുക്കുന്ന വഴികളെ സന്തോഷപൂർവ്വം തിരിച്ചറിയുന്ന ഒരാൾക്കാണ് എല്ലാത്തിലും ദൈവത്തെ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ കഴിയുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന്റെ സന്തോഷം ദൈവം ഒരുക്കുന്ന വഴികളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നതാണ്. വീണ്ടും വചനം പറയുകയാണ്, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കിക്കേ, ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നത് ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ്. ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ഏത് രാജ്യത്ത് ജോലി ചെയ്താലും, എത്ര കഠിനമായ ജോലി ചെയ്താലും, എത്ര മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയാലും, നിങ്ങൾക്ക് ആഴമായ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങൾ കടന്നു പോകുന്ന അന്തരീക്ഷത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തൊട്ടു, ഇന്ന സംഭവങ്ങൾ ദൈവം പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് താൽക്കാലിക സന്തോഷങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത, ജീവിതത്തിന് അർത്ഥമില്ല. പലപ്പോഴും പറയും, എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോഴും ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത് അതറിയത്തില്ല. അങ്ങനെ ജീവിതത്തിന് അർത്ഥമില്ലാതെ ജീവിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്. ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്. ജീവിതത്തെക്കുറിച്ച് ഒരു പ്രത്യാശയില്ലാത്ത അനേകം ജീവിതങ്ങളുണ്ട്. ഇങ്ങനെ ജീവിക്കാനും ഇങ്ങനെ പ്രത്യാശയില്ലാതെ നശിക്കാനും കാരണം എന്താണ്? അവർക്ക് ദൈവാനുഭവം തിരിച്ചറിയാൻ പറ്റാത്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാനുഭവം തിരിച്ചറിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാ മേഖലയിലും ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈജിപ്തിലെ സന്തോഷങ്ങളെ, താൽക്കാലിക സുഖങ്ങളെ ഓർമ്മയിലിട്ട് സൂക്ഷിച്ചത് കൊണ്ട് ചില സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈജിപ്തിനെ സ്നേഹിക്കുവാനായിട്ട് ഇസ്രായേൽക്കാരെ പ്രേരിപ്പിച്ചു. ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴുള്ള സന്തോഷം, ഈജിപ്തിലെ താൽക്കാലിക സുഖത്തിന്റെ ആ ഓർമ്മകള്, അതിനെ മനസ്സിലിട്ടുകൊണ്ട് താലോലിക്കുക. നമുക്കറിയാം, ഏതെങ്കിലും മൃഗങ്ങള്, പശുവോ ആടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് അയവിറക്കാൻ തുടങ്ങും. ഇതുപോലെയാണ് പാപജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ഈ പാപത്തിന്റെ ഓർമ്മകൾ അയവിറക്കി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നും ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് പലരും ഈ പാപസുഖങ്ങളെ അയവിറക്കി ജീവിക്കുകയാണ്, പാപസുഖങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുകയാണ്, അതിനുവേണ്ടി തന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നൽകുന്ന കൃപകളെ, ദൈവം നൽകുന്ന നിധികളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് കഴിയുക. ദൈവം നൽകുന്ന സന്തോഷങ്ങളെ ഹൃദയത്തിലേറ്റുവാനായിട്ട് കഴിയുക. അതിലൂടെ ദൈവം ഒരുക്കുന്ന പദ്ധതികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഇന്ന് നിന്നെ സഹനത്തിയിലൂടെയാണ് കൊണ്ടുപോകുന്നെങ്കിൽ അത് കാനാൻ ദേശത്തേക്കുള്ള യാത്ര പോലെയാണ്. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന സംഭവങ്ങൾ, അനുഗ്രഹത്തിന്റെ നാടുണ്ട്. ഇന്ന് നീ എല്ലാവരാലും ഒറ്റപ്പെട്ട അവസ്ഥയിൽ പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ച്, വിശ്വാസ ജീവിതം ആരംഭിച്ച് വലിയ നിരാശയുടെ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി ദൈവാനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് വിശ്വസിക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം, ഈജിപ്തിന്റെ താൽക്കാലിക സന്തോഷങ്ങളെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോവുക. മൂന്നാമത്, പരാതിയില്ലാതെ ജീവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽക്കാർ നശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന്, അവരെപ്പോഴും പരാതി പറയുന്നവരായിരുന്നു.
സങ്കടം പറയുന്നവരായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല, ഞങ്ങൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് മടുത്തു. മോശയ്ക്കെതിരായിട്ട് പരാതി, അഹറോനെതിരായിട്ട് പരാതി, ദൈവമായ കർത്താവിനെതിരായിട്ട് പരാതി. അവർ ശിക്ഷിക്കപ്പെടാനും കാനാൻ ദേശത്ത് അവർ നല്ലൊരു വിഭാഗവും പ്രവേശിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പരാതിയാണ്. ജീവിതത്തിൽ ആ 40 വർഷത്തെ യാത്രയിൽ ദൈവത്തോട് പരാതി പറഞ്ഞ് മുന്നോട്ട് പോവുക. ആ പരാതി പറച്ചിലൂടെ ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ജനുവരി മാസത്തെ ശാലോ മാസികയിൽ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുള്ളതായിരിക്കും. അതിൻ്റെ ആദ്യ പേജിൽ തന്നെയുണ്ട് ചൈനീസ് മിഷണറിയായ ലൂസിയെക്കുറിച്ച്. വളരെ രോഗാവസ്ഥയിൽ, കഠിനമായ രോഗപീഠയിൽ ലൂസി ദൈവത്തോട് പരാതി പറയുമായിരുന്നു. അങ്ങനെ പരാതിയിടുന്ന ആളുകളിൽ ഒരു ദിവസം രാത്രിയിൽ സ്വപ്നം കാണുകയാണ്. ഒരു ത്രാസ് ഉയർന്നു നിൽക്കുന്നു. ആ ത്രാസിന്റെ ഒരു ഭാഗം, അതായത് ഒരു വശം ഉയർന്നു നിൽക്കുന്നു, മറ്റേത് താന്നിരിക്കുന്നു. ആ ഉയർന്നിരിക്കുന്ന തട്ടിൽ എഴുതിയിരിക്കുന്ന പേപ്പറിന്റെ അകത്ത് സ്തുതി എന്നാണ് എഴുതിയിരിക്കുന്നത്, ദൈവസ്തുതിയാണ്. താഴെ നിൽക്കുന്ന തട്ടിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് പരാതി മുഴുവൻ താഴ്ന്നിരിക്കുക. വലിയ പരാതിയുടെ ഭാരം കൂടി അത് താഴ്ന്നിരിക്കുകയാണ്. സ്തുതി കുറവായതുകൊണ്ട് അത് ഉയർന്നിരിക്കുകയാണ്. ലൂസിക്ക് മനസ്സിലായി അത് ദൈവാനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് പരാതി പറഞ്ഞ് ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ലൂസി തീരുമാനമെടുത്തു, ഇനി എത്ര രോഗം വന്നാലും, എത്ര സഹനത്തീയിലൂടെ പോയാലും ഞാൻ ദൈവത്തോട് പരാതി പറയുകയാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. അങ്ങനെ പിന്നീട് ശേഷിച്ച ജീവിതത്തിൽ ലൂസി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ലൂസിയുടെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുകയാണ്. ലൂസി ജീവിതത്തെ തിരിച്ചറിഞ്ഞു, ദൈവത്തെ സ്തുതിച്ച് ജീവിക്കണം. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ അവിടുത്തെ പരിശുദ്ധനാകുന്നു. സ്തുതിക്കുക, ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തണം. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസും സീലാസും സഹനത്തിന്റെ ആ വലിയ അവസ്ഥയിലൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്. ഉടനെ കണ്ടുനിരിക്കുന്നവര്, പടയാളികൾ വന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ വ്യക്തമായിട്ട് പൗലോസ് പറയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പൗലോസിന്റെ സന്തോഷവും പൗലോസ് അനുഭവിച്ച സമാധാനവും കണ്ട് ആ പടയാളി ദൈവമായ കർത്താവിൽ അവനും അവന്റെ കുടുംബവും വിശ്വസിച്ച് സന്തോഷവാനായി എന്നാണ് അപ്പസ്തോല പ്രവർത്തനം എഴുതിയിരിക്കുന്നത്. അവർ ആനന്ദം കൊണ്ട് നിറഞ്ഞു, അവർക്ക് ആനന്ദം കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ആനന്ദം, അപ്പസ്തോലന്മാരുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് അപ്പസ്തോലന്മാര് ദൈവത്തെ സ്തുതിച്ച് ജീവിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുമ്പോൾ ദൈവത്തോട് പരാതി പറയാതെ ദൈവത്തെ ആരാധിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളെ നൽകിയതിനെ ഓർത്ത് അനുഗ്രഹിക്കുന്നു, എനിക്കൊരു ജോലി തന്നതിനെ ഓർത്ത് അനുഗ്രഹിക്കുന്നു, ഇന്ന് സഹനം തന്നതിനെ ഓർത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. കർത്താവ്, എൻ്റെ രോഗാവസ്ഥയിൽ ഞാൻ അങ്ങേ സ്തുതിക്കും, എൻ്റെ സഹനത്തിലും ഞാൻ അങ്ങേ പുകഴ്ത്തും. അങ്ങനെ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതല്ലേ ദാനിയേലിന്റെ പുസ്തകത്തില് 3 ബാലന്മാര്, ഷദ്രാക്, മെഷാദ്, അബദ്നെഗോ, ആ തീച്ചുവലയിലേക്ക് എറിയപ്പെടുന്ന ആ സാഹചര്യത്തിൽ അവർ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ സ്തുതിച്ച് ദൈവത്തെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതിയില്ലാതെ ജീവിക്കുക. ഇന്ന് പരാതി കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് പലർക്കും ദൈവസാന്നിധ്യം തിരിച്ചറിയാതെ ആത്മീയത തകർന്നു പോകുന്നത്. എല്ലാത്തിലും ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ പോവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന സന്ദേശത്തിലൂടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് അവരുടെ നാശം സംഭവിക്കുന്നത്. അത്യാഗ്രഹത്തിന്റെ ശവക്കുഴി, കിബ്രോത്ത് ഹദ്ദാവ സംഭവിക്കുന്നത്. ഒന്ന്, തങ്ങളുടെ ജീവിതാവസ്ഥയിൽ അവർ ദൈവത്തെ തിരിച്ചറിയുന്നില്ല, കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാതെ പോവുക. രണ്ടാമത്, ഈജിപ്തിലെ താൽക്കാലിക സന്തോഷങ്ങളെ സ്നേഹിക്കുക. മൂന്നാമത്, പരാതി പറഞ്ഞ് മുന്നോട്ട് പോവുക. ഇത് നമ്മുടെ ജീവിതത്തിലും പല ആത്മീയ ജീവിതങ്ങളും വ്യക്തി ജീവിതങ്ങളും നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത് ജീവിക്കുന്ന ചുറ്റുപാടിൽ, കുടുംബത്തിൽ, ജോലി മേഖലയിൽ, ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ തിരിച്ചറിയാതെയുള്ള ജീവിതം, ദൈവാനുഭവം നഷ്ടപ്പെട്ട ജീവിതം. ബൈബിളില് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും
ആസ എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. കാലിൽ രോഗം മൂർച്ഛിച്ചിട്ടും അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ മരുന്നിൽ കൂടുതലായിട്ട് ആശ്രയിച്ചതുകൊണ്ട് ജീവിതകാലം മുഴുവൻ രോഗബാധിതനായി അവസാനം അവൻ മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ പ്രാർത്ഥിച്ചാൽ അവന് ദൈവം ഇടപെടുമെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും അവസാനം വരെ മരുന്നിന്റെ പിന്നാലെ ജീവിച്ച് ആ മരുന്നിൽ ആശ്രയിച്ച് അവൻ മരിച്ചു പോവുകയാണ്, രോഗബാധിതനായിട്ട് മരിക്കുകയാണ്. ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, അത് നാശത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ദൈവത്തെ തിരിച്ചറിയാതെ പോവുക. രണ്ടാമത്, താൽക്കാലിക സന്തോഷങ്ങൾ. ഇന്ന് ചില വ്യക്തികളിലൂടെയും മൊബൈൽ ഫോണിലൂടെയും കൂട്ടുകെട്ടുകളിലൂടെയും ചില ശരീര സുഖങ്ങളിലൂടെ കിട്ടുന്ന സന്തോഷങ്ങളെ എല്ലാത്തിനും ഉപരിയായിട്ട് സ്നേഹിക്കുക. ആ താൽക്കാലിക സന്തോഷങ്ങളെ സ്നേഹിക്കുക, അത് നാശത്തിലെത്തും. മൂന്നാമത്, ദൈവത്തോട് പരാതി പറഞ്ഞ് ജീവിക്കുക. എല്ലാത്തിലും ദൈവത്തോട് പരാതി പറയുന്ന ജീവിതം നയിക്കുക, അത് നാശത്തിലേക്ക് എത്തും. ആ വചനം സംഖ്യയുടെ പുസ്തകത്തിന്റെ 11-ാമത്തെ അധ്യായത്തിൽ അവസാനിക്കുന്ന ഇങ്ങനെയാണ്: അത്യാഗ്രഹികളെ സംസ്കരിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. ഹിബ്രോത്ത് ഹത്താവയിൽ നിന്ന് ജനം ഹസേറോത്തിലേക്ക് ചെന്ന് താമസിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പറഞ്ഞു. ഇതിനടിയിൽ എഴുതിയിട്ടുണ്ട്, കിബ്രോത്ത് ഹത്താവ, അത്യാഗ്രഹത്തിന്റെ ശവക്കുഴി. എല്ലാ അത്യാഗ്രഹങ്ങളും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അനുവദിക്കാത്ത, ദൈവത്തിന്റെ പദ്ധതിയിൽ ചേരാത്ത സന്തോഷങ്ങളെല്ലാം അത്യാഗ്രഹങ്ങളാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ലാത്ത ആഗ്രഹങ്ങളെല്ലാം അത്യാഗ്രഹങ്ങളാണ്. അതാണ് നമുക്കറിയാം, കർത്താവ് ധനികനായ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അനേകം തലമുറകൾക്ക് വേണ്ടി സ്വന്തമായ അധ്വാനം കൊണ്ട്, സ്വന്തം കഴിവുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച് ചിന്തിക്കുകയാണ്, അനേകം തലമുറകൾക്ക് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടി വെച്ചു, ഇനി എനിക്ക് ആനന്ദിക്കാം. കർത്താവ് പറയാണ്, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അവൻ നിസ്സഹായനായി തീരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്യാഗ്രഹമല്ല, ദൈവാനുഗ്രഹമാണ് ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. കർത്താവേ, ദൈവം നൽകുന്ന സന്തോഷങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള അഭിഷേകം നൽകണമേ. എൻ്റെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ള ആത്മീയത എനിക്ക് നൽകണമേ. എൻ്റെ കൂടെ വസിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന, എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ സഹനങ്ങളിലും എന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വിശ്വസിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് കർത്താവിനെ ആരാധിച്ച് വിശ്വസിച്ച് കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നു വിശ്വസിച്ച് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് സ്തുതിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജീവിക്കുന്ന കർത്താവേ, ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ദൈവത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.